എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും. നാളെ രാവിലെ 10 മണി മുതൽ ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ ആ ഒരു പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലേക്ക് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ നിലവിലെ സ്കൂളിൽ കോഴ്സ് മാറ്റമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ വല്ല ഫീസും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ഫീസ് ഉണ്ടാവും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്കാണ് കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ഫീസ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആയിട്ട് ഫീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ആ ഒരു പൈസ എക്സ്ട്രാ എത്രയാണ് അത് കറക്റ്റായിട്ട് അടക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ അടക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലേക്ക് നിങ്ങൾ നാളെ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും പോയി ആ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് ഇതൊക്കെ തിരികെ വാങ്ങിച്ച ശേഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങളുടെ ആ ഒരു ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസ് അടച്ച റെസിപ്റ്റ് ആ ഒരു റെസിപ്റ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഈ ഒരു PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വല്ല എക്സ്ട്രാ ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൂടി അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ജൂലൈ 23 വൈകുന്നേരം 4 മണിക്കുമായിട്ട്, അതായത് നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. പല വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യമായിരുന്നു ഓപ്ഷൻ നൽകിയത്, അതായത് സയൻസിൻ്റെ ഓപ്ഷൻ നൽകേണ്ടതിന് പകരം ഹ്യൂമാനിറ്റീസ് വെച്ചിട്ട് ഹ്യൂമാനിറ്റീസാണ് കിട്ടിപ്പോയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ കിട്ടിയിട്ട് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് ജില്ലാനന്തര ട്രാൻസ്ഫറും അതുപോലെ തന്നെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്കും അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കും ആ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ആ സെക്കൻഡ് സപ്ലിമെൻ്ററിയാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും നിലവിൽ ലഭിച്ച ട്രാൻസ്ഫർ ലഭിച്ച സ്കൂൾ ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് മാറിപ്പോയി, അപ്പോൾ എവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോഴ്സിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നിലവിൽ ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിലവിൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും മുൻപ് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക്, അതായത് ട്രാൻസ്ഫറിന് മുമ്പ് ഏത് സ്കൂളിലാണോ ആ ഒരു സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാധിക്കുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നത് ഇപ്പോൾ A എന്ന സ്കൂളിൽ നിന്ന് B എന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ B എന്ന കോഴ്സിലേക്കോ, അത് കോഴ്സ് മാറ്റമാണ് ലഭിച്ചത് അല്ലെങ്കിൽ സ്കൂൾ മാറ്റമാണ് ലഭിച്ചത്, ഏതൊരു രീതിയിലും നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ കിട്ടി എന്ന് കരുതുക. കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നിലവിൽ അഡ്മിഷൻ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു അതായത് ആ ഒരു സീറ്റ് ക്യാൻസൽ ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് തരുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു, അപ്പോൾ മറ്റൊരു കോഴ്സിലേക്കോ സ്കൂളിലേക്കോ നിങ്ങൾക്കിവിടെ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടേക്ക് മറ്റൊരു കുട്ടിക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സീറ്റിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫർ വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നാളെ രാവിലെ 10 മണി മുതൽ അതുപോലെ
മറ്റന്നാൾ അതായത് ഈ ഒരു ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ ഏകദേശം ഒരു ജൂലൈ 25 ശേഷമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.